അൽ ഐനു ഹക്കുൻ. അൽ ഐനു ഹക്കുൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ നോട്ടം അല്ലെ? അൽ ഐന്, ഐന് എന്ന് പറഞ്ഞാൽ കണ്ണ്, നോട്ടം. അൽ ഐന് അലിഫ്ലാമ് ചേർത്തിയാൽ ആ നോട്ടം. ഐ കണ്ണ്, ദ ഐ ആ കണ്ണ്. ഏതാ കണ്ണ്? അത് പറഞ്ഞ പ്രവാചകനാണ് വിശദീകരിക്കേണ്ടത്. ആ പ്രവാചകൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. മിൻ ഐനി ഹാസിദിൻ വമിൻ നഫ്സി ഹാസിദിൻ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന് വേണ്ടി വന്നു പ്രാർത്ഥിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ വളരെ കൃത്യമാക്കി ഏതാണ് അൽ ഐനി എന്നുള്ളത്. അസൂയാലുവിന്റെ നോട്ടം. അതെന്താ അസൂയാലുവിന്റെ നോട്ടം? എന്തിനാ അസൂയ എന്ന് പറയാം? ഫൈസൽ മുസ്ലിയാരെ, ഞങ്ങളുടെ നന്മകൾ നീങ്ങിപ്പോകണമെന്ന നിങ്ങളുടെ ചിന്ത, ആ ചിന്തക്കാണ് എന്ത് പറയാ? അസൂയ എന്ന് പറയാ. നിങ്ങൾ ഞങ്ങളെ നോക്കിയോണ്ട് എന്തെങ്കിലും പറ്റുമോ? ഒരു യുക്കും പറ്റൂല. മനസ്സിലായില്ലേ? നിങ്ങൾ കുറെ കളവ്, കുറെ ദുരാരോപണങ്ങൾ ആരോപിച്ചു അല്ലേ? അതുകൊണ്ടൊന്നും കാര്യമായിട്ടൊന്നും പറ്റുകയില്ല. ആ അസൂയ ഉണ്ടല്ലോ, അസൂയയോടുകൂടി ആ നോട്ടം, ആ നോട്ടട്ട ചിലപ്പോൾ ആ അസൂയാലും പ്ലാൻ ചെയ്യും. അയാൾ ചിലപ്പോൾ കൊല്ലാൻ വരെ മടിക്കൂല. ലോകത്തിലെ ഒന്നാമത്തെ കൊലപാതകം അസൂയയുടെ കാര്യത്തിൽ, അസൂയ കൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിച്ചത് മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലു അസൂയ വെക്കുമ്പം പടച്ചോനെ അവന്റെ ഷറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അതാണ് മിൻ ഐനി ഹാസിദ്, മിൻ ഐനി ഹാസിദിൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അതാണ്. അതിനപ്പുറം നിങ്ങൾ കൊണ്ടെടുക്കുന്ന ചികിത്സക്കുണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതാണ് ഹദീസ് നിഷേധം. എവിടെ ഹദീസ് നിഷേധമല്ല, കേട്ടോളി. അതിനപ്പുറം അതാ അൽ ഐൻ എന്ന് പറഞ്ഞാൽ ദ കണ്ണ്, അൽ അൽഫ് എന്ന് പറഞ്ഞാൽ ദ മൂക്ക്, അസിൻ എന്ന് പറഞ്ഞാൽ ദ പല്ല്. അങ്ങനെ ഒരു പല്ലുണ്ടോ? അപ്പൊ എന്താ കണ്ണ്? അപ്പൊ കണ്ണിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടല്ലേ ദ മൂക്ക് എന്ന് റസൂൽ പറയാഞ്ഞേ. ദ മൂക്കിനില്ല പ്രത്യേകത, ഇല്ലാത്ത പ്രത്യേകത എന്തുണ്ട്? ദ കണ്ണിനുണ്ട്. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ മടി. അപ്പൊ മൂപ്പര് പറയാണ് അത് പിന്നെ അൽ ഐനു ഹഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ദ കണ്ണ്, പ്രത്യേക കണ്ണാണ്. അത് അസൂയാലുവിൻ്റെ കണ്ണാണ്. അപ്പൊ അസൂയാലുവിൻ്റെ കണ്ണിന് ചില ഷെറുണ്ട്. അപ്പോൾ അൽ ഐനു ഹഖ് എന്ന് പറഞ്ഞപ്പോൾ കണ്ണേർ നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ പറഞ്ഞാൽ കണ്ണേർ അന്ധവിശ്വാസം എന്നല്ല. നന്ദിയിൽ നിങ്ങൾ പറഞ്ഞാൽ കണ്ണേറില്ല, മൂക്കേറില്ല, നാക്കേറില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ കണ്ണേറുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചോ? ഇതിലെന്തെങ്കിലും ഒന്ന് പറയും. അപ്പൊ കണ്ണ് എന്നാ പറഞ്ഞത്. അപ്പൊ കണ്ണ് എന്ന് പറഞ്ഞാൽ അപ്പൊ അസൂയാലുവിൻ്റെ കണ്ണ്. അതിനപ്പുറമുള്ള ഒന്നും ഞങ്ങൾ അംഗീകരിക്കൂല. ഇതിനാണ് പച്ച മലയാളത്തിൽ ഹദീസ് നിഷേധം എന്ന് പറയാം. ഇനി ഞാൻ ചോദിക്കുന്നു, അസൂയാലുവിൻ്റെ കണ്ണാണ് എങ്കിൽ അൽ ഹസദു ഹഖ് എന്നാണ് പറഞ്ഞാൽ പോരെ? ഇങ്ങനെ വളഞ്ഞു പിടിച്ച് മൂക്കുടിച്ച് പറയണോ? അസൂയ സത്യമാണെന്ന് റസൂലൊക്കെ പറഞ്ഞാൽ പോരെ? ഈ ഹസദ് എന്നുള്ളതിൻ്റെ അറബി റസൂലൊക്കെ അറിയാഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഹസദിന് പകരം അയിനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒപ്പിച്ചതാണോ? അങ്ങനെ ഞങ്ങൾക്ക് വാദമുണ്ടോ? എന്താ അൽ ഹസദു ഹഖ് എന്ന് പറഞ്ഞാൽ? ഒമിൻ ശർരി ഹാസിദിൻ ഹസദ് ഖുറാനിലില്ലേ? അപ്പൊ ഇത് ഖുറാനിലും ഹദീസിലും വന്നത് അംഗീകരിക്കൂലാന്ന്. അതിൻ്റെ പേരാണ് മർക്കസ് ദേവിലെ സഹോദരന്മാരെ ഖുർആൻ നിഷേധം, ഹദീസ് നിഷേധം. നിങ്ങൾ എന്ത് ഭാഷയിട്ട് പറഞ്ഞാലും പാടില്ല, അതിന് നിങ്ങളെ കാട്ടുകള്ളന്മാരെ വിളിച്ചാലും പാടില്ല. ഇതാണ് വസ്തുത. മനസ്സിലായല്ലോ? ഇനി ഇദ്ദേഹം ഇവിടെ അമാനി മൗലവി, ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രൊഫസർ പിന്നെ പറഞ്ഞിരുന്നു, അമാനി മൗലവിൻ്റെ മുമ്പ് അവിടെ കണ്ടെത്തിയിട്ട് പിന്നെ ആട് വായിച്ചു പോയി. അപ്പോൾ ഇപ്രാവശ്യം വായിക്കാത്തത് എന്തേ ചോദിച്ചപ്പോൾ അവിടെ വായിച്ചിട്ട് പിന്നെ മുപ്പര വകിയ വ്യാഖ്യാൻ. എന്താ അമാനി മൗലവി പറഞ്ഞത്? ദ കണ്ണ് എന്ന് അമാനി മൗലവി പറഞ്ഞ്. അമാനി മൗലവി ദ കണ്ണ് എന്നല്ല പറഞ്ഞ്, കേട്ടോളി. അമാനി മൗലവി പറഞ്ഞെന്ന് വെച്ചാൽ അത് കണ്ണേറ് കരിങ്കണ്ണ് ബാധിക്കുന്ന. അപ്പൊ ഈ കരിങ്കണ്ണിന് എന്താ ഇപ്പം നിങ്ങൾ അസൂയ കൂട്ടിയിട്ട് എന്താ പറയാ? കരി അസൂയ എന്ന് പറയേ. ഈ കരിങ്കണ്ണിന് ഇപ്പം നിങ്ങൾ എന്താ അസൂയൻ്റെ കൊടുത്ത് പറയാ? കരിങ്കണ്ണ് എന്നാണ് അമാനി മൗലവി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇസ്ലാമിക ജീവിതത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ണേറ് എന്ന് പറഞ്ഞാൽ കണ്ണുമായി കൊണ്ട് ബന്ധപ്പെട്ട തന്നെയാണ്. അസൂയ എന്നുള്ളത് കണ്ണുമായി ബന്ധം. അസൂയ മനസ്സിലുണ്ടാകുക, കണ്ണില്ല. കണ്ണുകൊണ്ട് കണ്ടിട്ട് ഉണ്ടാലും എവിടെയാണ് അസൂയ? കൽബിലാണ്. പിന്നെ അൽ ഹസദു ഹഖ് എന്ന് പറഞ്ഞാൽ പോരെ? ഇനി മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനമാണെങ്കിൽ ബാക്കി എന്താ? അലിമദിനിക്ക് ധൈര്യമുണ്ടോ ആ ഹദീസിന്റെ ബാക്കി വായിക്കാൻ? നിങ്ങൾ അൽ ഐനു ഹഖ് പിടിച്ചിക്കണ്ട. ബാക്കി എന്താ? റസൂൽ പറഞ്ഞു, ഇദസ്തുഗ്സില അഹദുക്കും ഫല്യഗ്തസിൽ. നിങ്ങളോട് കൈ കഴുകാൻ അല്ലെങ്കിൽ നിങ്ങളോട് കുളിക്കാൻ, നിങ്ങളോട് കഴുകാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കഴുകിക്കൊടുക്കുക. അപ്പൊ എന്തായാലും അതിൻ്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ അസൂയാലുവിൻ്റെ കണ്ണാണ്. അപ്പൊ അസൂയാലു ഇപ്പം നിന്നെ കയ്യേക്കണ്. നിങ്ങൾ പറയും അൽ ഐനു ഹഖ് മുറിച്ചിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ആ അൽ ഐനു ഹഖിന്റെ ബാക്കി എന്താ? നിങ്ങളോട് ഗുസ്ലിന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ഗുസ്ൽ ചെയ്തു കൊടുക്കണം. നിങ്ങൾ കൈ കഴുകാനാണോ എന്താണ് കുളിക്കാൻ ആവശ്യപ്പെട്ടതെങ്കിൽ അത് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നുണ്ടോ? അത് അംഗീകരിക്കൂല. അപ്പൊ ഹദീസിന്റെ ദ കണ്ണ് മാത്രം അംഗീകരിക്കുള്ളൂ, ദ ബാക്കി അംഗീകരിക്കൂല. അതാണ് നിങ്ങളെ കുഴപ്പം. അതിനാണ് പച്ച മലയാളത്തിൽ ഹദീസ് നിഷേധം എന്ന് പറഞ്ഞത്. നിങ്ങൾ ആവോണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ക്ലിപ്പ് കുറച്ച് ദീർഘമായിട്ട് അതിനെ അത് കേൾപ്പിക്കാൻ, ആ അവസാനത്തെ വാചകം കേൾപ്പിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല. ഇനിയോ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസുണ്ട്.
ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് ഞാൻ അലി മദനിയെ വെല്ലുവിളിക്കുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച 2288 ഹദീസ് ഈ പരപ്പനങ്ങാടിയിൽ വന്ന് വായിച്ച് അർത്ഥം പറയാൻ കണ്ണേറിന്റെ ചികിത്സയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഹദീസുകളെ പരിഹസിക്കുന്ന മുഴുവൻ മർക്കസ് ദേവക്കാരെയും, ഇനി ഗവൺമെന്റിൽ വല്ല ആൾക്കാരുണ്ടെങ്കിൽ അവരെയും ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇവിടെ നിന്ന് ഹദീസ് ഒന്ന് വായിക്കണം. സഹൽ ഇബ്നു ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് കണ്ണ് ബാധിച്ച് അവിടെ വീഴുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ചികിത്സ നടത്തുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പിന്നെ കഴുകാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലേ? പറയണം. അല്ല, അതിനൊക്കെ എന്താ കണ്ണ് നടന്ന് പോയാൽ പോരാ, ബാക്കിയും കൂടി നിങ്ങൾ വായിക്കണം. ബാക്കി എന്താ ഉള്ളത്? അത് ഇമാം മുസ്ലിമിൽ മാത്രമല്ല, ഇമാം തിർമിദി ഹദീസിൽ കാണാം മാ ജാ അന്നൽ ഐന ഹഖ്ഖുൻ വൽ ഗുസ്ലു ലഹാ. അല്ല, ഐൻ ഹഖ് എന്ന് മാത്രമല്ല, ആ കണ്ണേറിന് വേണ്ടി കുളിക്കലും എന്ന ബാബ് തന്നെ അധ്യായം തന്നെ, അല്ലെങ്കിൽ പിന്നെ കുളിക്കൽ എന്ന അധ്യായം തന്നെ ഇമാം തിർമിദിയുടെ ഹദീസിൽ കാണാം. സഹൽ ഇബ്നു ഹുനൈഫ റളിയല്ലാഹു അൻഹു പിന്നെ അദ്ദേഹത്തിന്റെ സംഭവത്തിൽ റസൂലുള്ളാഹി ചോദിച്ചില്ലേ, അലാ യഖ്തുലു അഹദുക്കും അഖാഹു, എന്താണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരെ കൊല്ലുകയാണോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചു. സഹൽ ഇബ്നു ഹുനൈഫ അവിടെ വീണപ്പോൾ ഹദീസ് സഹീഹ് മുസ്ലിമിലുണ്ട്. ഇത് വിസ്തുണ്ടാക്കിയ ഹദീസല്ല. ചില ആളുകൾ ഇത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി കണ്ടെത്തിയാണെന്നാ. സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും അദ്ദേഹത്തിൻ്റെ 10 പിതാക്കന്മാരും ജനിക്കുന്നതിന് മുമ്പ് ഈ ഹദീസ് സഹീഹ് മുസ്ലിമിലുണ്ട്. മനസ്സിലായോ? നിങ്ങൾ അംഗീകരിക്കോ? അതംഗീകരിക്കും. ഇതിനാണ് മർക്കസ് ദേവ ഹദീസ് നിഷേധിച്ചിട്ടുണ്ടോ എന്ന് കരിമ്പിലാക്കിൽ എവിടെ വായിച്ചോ തെളിവ് നേക്കണ്ട. ധൈര്യമുണ്ടോ നിങ്ങൾക്ക് സഹീഹ് മുസ്ലിമിൽ ഹദീസ് ഇവിടെ ഒന്ന് വായിക്കാൻ ധൈര്യമുണ്ടോ? ഇനി മാത്രമല്ല, ഇമാം മാലിക്കിൻ്റെ മുവത്ത എടുത്ത് മറിച്ച് 1-ാമത്തെ കിതാബാണ്. ആ മുവത്തയിൽ ഇന്നല്ലൈന ഹഖ്ഖുൻ വത്തവല്ലു ലഹു എന്നുണ്ട്. കണ്ണേറും ആ കണ്ണേറിന് വേണ്ടി wudu എടുക്കലും. എന്തിനാണ് അസൂയ ഉണ്ടായവന് wudu എടുത്തിട്ട് കാര്യമുണ്ടോ? അവനെ മനസ്സിലല്ല അസൂയ. നിങ്ങൾ വിശദീകരിക്കണം അവിടെ. അത് ഇമാം മാലിക്കിന്റെ മുവത്തയിൽ മാത്രമല്ല, ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബീ ശൈബയുടെ ഹദീസിൽ കാണാം, ഫനളർതു ഇലൈഹി ഫഅജബനി ഖുൽഖുഹു, അത് ഖൽഖു അദ്ദേഹത്തിന്റെ ശരീരഭംഗിയെ അത്ഭുതപ്പെടുത്തി, ഫഅസാബതുഹു മിൻഹാ ബിഐനിൻ, എൻ്റെ കണ്ണ് അദ്ദേഹത്തിന് ബാധിച്ചു, എൻ്റെ അസൂയ ബാധിച്ചു എന്നല്ല, ഹദീസിൽ വളരെ വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾ അസൂയൻ്റെ പിന്നെ കഥ പറഞ്ഞിട്ട് അത് ഉണ്ടാക്കേണ്ട. അസൂയ മൂലം പിന്നെ കണ്ണേറുണ്ടാകും, അത് ശരിയാണ്. ഒരു മനുഷ്യൻ്റെ അസൂയയിൽ നിന്ന് കണ്ണേറുണ്ടാകും. പക്ഷേ അസൂയ എന്നതല്ല ഐൻ ഹഖ് എന്ന് പറഞ്ഞാൽ അത് കണ്ണേറ് എന്ന് പറഞ്ഞത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി വിശദീകരിച്ചു. മാത്രം ഇത് അല്ലാഹുവിൻ്റെ ഖുർആനിലുള്ളതാണ്. സൂറത്തു യൂസുഫിനെ നമ്മൾ വായിച്ചു. മാത്രമല്ല സൂറത്തുൽ ഖലമിൽ വയകാദുല്ലദീന കഫറു ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം ലമ്മാ സമിഉ ദിക്റ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുജാഹിദ് പറയുന്നു, വഗൈറുഹുമാ ലയുസ്ലിഖൂനക എന്ന് പറഞ്ഞാൽ ലയുംഫിദൂനക ബിഅബ്സാരിഹിം, അവിടെ കണ്ണുകൾ കൊണ്ട് അവർ നിന്നെ മറിച്ചിടാറായിരിക്കുന്നു. എന്നെ കണ്ണുകൊണ്ട് മറിച്ചിടൽ, കണ്ണുകൊണ്ട് എങ്ങനെ മറിച്ചിടുക? വഫീ ഹാദിഹിൽ ആയത്ത് ദലീലുൻ അലാ അന്നൽ ഐന ഇസാബത്തുഹാ വതഅ്സീറുഹാ ഹഖ്ഖുൻ ബിഅംരില്ലാഹി തആല, അല്ലാഹുവിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ ആ കണ്ണേറ് ബാധിക്കുമെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞ കണ്ണേറാ, നിങ്ങൾ പറഞ്ഞ അസൂയൻ്റെ കണ്ണല്ല. മനസ്സിലായില്ലേ? കണ്ണേറ് അസൂയ മൂലം ഉണ്ടാകും, അത് യാതൊരു സംശയമില്ല. പക്ഷെ അൽ ഐൻ ഹഖ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞ പിന്നെ ഹദീസിലുള്ള കണ്ണല്ല, അത് എന്താ പറയുക, അസൂയ മാത്രമാണ് എന്നത് നിങ്ങളുടെ പുതിയ കണ്ടെത്തലുകളും ഹദീസ് നിഷേധിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ദുർവ്യാഖ്യാനവുമാണ്.